നിങ്ങൾ കാണുന്നതെല്ലാം സത്യമാണ്. എന്താണോ അവിടെ നടക്കുന്നത് അതാണ് കാണുന്നത്. പിന്നെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് കുറെ പേര് ചോദിക്കാറുണ്ട്. സ്ക്രിപ്റ്റഡ് അല്ല ബിഗ് ബോസ്. അപ്പൊ നമ്മള് അകത്ത് എന്ത് ചെയ്യുന്നു, എങ്ങനെ നിൽക്കുന്നു, ഏതൊക്കെ രീതിയിൽ നമുക്ക് അവിടെ നല്ലപോലെ നിൽക്കാൻ പറ്റും എന്നുള്ളത് വെച്ചിട്ടാണ് ഗെയിം മുൻപോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ തൊട്ട് ഗെയിം കളിച്ചു തുടങ്ങിയ ആൾ അനീഷേട്ടനാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അകത്തോട്ട് കേറുമ്പോ തന്നെ പുള്ളി അങ്ങ് തുടങ്ങി. ഞാൻ കയറുന്നത് 6ാമതാണ്, അനീഷേട്ടൻ 1ാമതാ കയറുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് 7ാമതോ 8ാമതോ ഒക്കെ ആൾക്കാർ വരുമ്പോ ആളിങ്ങനെ ചേറിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും അങ്ങനെ ഗെയിം കളിക്കണം. അതിലൊരു കോയിൻസിഡൻസും ഉണ്ട്. ആദ്യം കയറിയത് അനീഷേട്ടനും, 2ാമത് കയറിയത് അനുമോളും. അതെ അതെ, അനുമോള് വരുമ്പോ ചോദിക്കണ്ട തുടങ്ങുന്നത് അതൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്ന. അതെ അതെ അതെ, അത് അനീഷിന്റെ ഗെയിം ആയിരുന്നു ശരിക്കും. ഞാൻ എല്ലാവരും പറയും ഷാനവാസ് പൊളിച്ചു എനിക്ക് തോന്നുന്നത്. അതായത് ഒറ്റപ്പെട്ട് നിൽക്കാം, എല്ലാവരെയും വെറുപ്പിച്ചിട്ട് ഒറ്റപ്പെട്ട് നിന്നിട്ട് ജനങ്ങളുടെ സപ്പോർട്ട് മുഴുവൻ നേടിയെടുക്കാന്നുള്ള ഒരു നരിതന്ത്രമായിരുന്നത്. പക്ഷെ ആ നരിതന്ത്രം നുള്ളയിലേ നുള്ളി എന്ന് വേണേ പറയാം ഷാനവാസ്. എനിക്ക് അങ്ങനെ തോന്നില്ല, അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ എന്റെ ഒരു ആംഗിളില് അനീഷ് ആയിരുന്നു ദ ബെസ്റ്റ് ഗെയിമർ. അനീഷ് ഗെയിം കളിച്ച പോലെ കളിക്കണം എന്നേ ഇനി ഞാൻ ആൾക്കാരോട് പറയുള്ളൂ. കാരണം അതുപോലെ നിൽക്കണം ആള്. എന്താ പറയാ, വഴക്കുണ്ടാക്കുന്നത് വഴക്കുണ്ടാക്കും, വെറുപ്പിക്കുന്നിടത്ത് വെറുപ്പിക്കും. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ ആള് മാറി നല്ലൊരു മനുഷ്യനായി. ആളിനുള്ളിലെ സ്നേഹം ആൾക്കാർ മനസ്സിലാക്കി. ഇപ്പൊ വിന്നറെക്കാട്ടി കൂടുതൽ ആരാധകർ നമ്മുടെ അനീഷ് ഏട്ടനുണ്ട്. സോ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിയെങ്കിൽ അതാണ് ദ റിയൽ ഗെയിം.